അടുത്ത മാതാ കോളേജിലെ 2 വിദ്യാർത്ഥികൾക്കാണ്. ആ മാനവീയത എന്ന് പറയുന്ന പഞ്ചാക്ഷരി മന്ത്രം എന്ന് പറയുന്ന ഫൗണ്ടേഷന്റെ പുറത്ത് കെട്ടിയുയർത്തിയ ഒരു സംഘടനയാണ് ഗാലറക്ഷൻ. മണ്ണിനെ സ്നേഹിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക, മാനവീയതയെ പുലർത്തുക എന്നുള്ള മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഈ സംഘടനയോട് ഞാൻ സ്വമേധയാ സഹകരിക്കുന്നു. അടുത്ത മാതാ കോളേജിലെ 2 വിദ്യാർത്ഥികൾക്കാണ്. സമ്മാനം നൽകുന്നതിന് വേണ്ടി പ്രശസ്ത ചരിത്രകാരൻ വെള്ളനാട് രാമചന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സംഘടനയുടെ ഭാഗം എന്നുള്ള നിലയ്ക്ക് ശരിക്കും ഉച്ചയോടുകൂടി തന്നെ ഞാനിവിടെ എത്തേണ്ടതായിരുന്നു. പക്ഷേ അവസാനമാണ് ഞാൻ എത്താൻ കഴിഞ്ഞത്. കാരണം ഗോത്ര സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ഉത്സവത്തിൽ അതിന് ഉദ്ഘാടകനായി പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ട് അതിനെ സംബന്ധിച്ച് ബ്രിട്ടൻ കേന്ദ്രീകരിച്ച് ഒരു റിസർച്ച് നടക്കുന്നതുകൊണ്ട് ഞാൻ അടിയന്തരമായി ഉണ്ടാകേണ്ടതുള്ളത് കൊണ്ട് ആണ് താമസിച്ചത്. അതിനാദ്യമായി ക്ഷമ ചോദിക്കുക. ഒരുപക്ഷെ നമ്മൾ മനുഷ്യര് വിചാരിക്കുന്നുണ്ടാവാം പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിമാനായ ജന്തു നമ്മളാണ്. പക്ഷേ പറയട്ടെ, ഏറ്റവും ദുർബലനായ ജന്തു മനുഷ്യൻ. ഏറ്റവും ദുർബലനായ, പരസഹായം ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഏക ജീവി സമൂഹം എന്ന് പറയുന്ന മനുഷ്യൻ. ഹോമോസാപ്പിയൻസിന്റെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ. നമുക്ക് മുമ്പ് സർവാരോഗ്യത്തോടുകൂടി യാതൊരു എല്ലാ അസുഖങ്ങളെയും പ്രതിരോധിക്കാൻ കഴിയാവുന്ന ഒരു മനുഷ്യ സമൂഹം നമുക്കുണ്ടായിരുന്നു. അവരുടെ പേര് ഫ്രാൻസിലാണ് ആ ജീവിവർഗം ഉത്ഭവിച്ചത്. പക്ഷേ ഒന്നിച്ചു കൂടാൻ കഴിയാത്തത് കൊണ്ട് മാത്രം, അന്യോന്യം സഹകരിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം ആ ജന്തുവർഗം, ആ മനുഷ്യവർഗം ഭൂമിയിൽ പ്രത്യക്ഷമായി. പക്ഷേ ആ മനുഷ്യവർഗത്തിന്റെ പിന്തുടർച്ചക്കാരായിരുന്നു നമ്മളെങ്കിൽ ഒരൊറ്റ അസുഖവും ബാധിക്കാതെ സർവാരോഗ്യ ദൃഢഗാത്രരായി ജീവിക്കാൻ നമുക്ക് കഴിയുമായി. പക്ഷേ നമ്മളിന്ന് ലോകത്തെ സർവ്വജീവജാലങ്ങളിൽ നമുക്ക് ഒറ്റയ്ക്ക് പിടിച്ചടക്കാൻ കഴിയുന്നത് നമ്മൾ കൂട്ടായി ചിന്തിച്ചതുകൊണ്ടാണ്. ഒരു കുരങ്ങിനെ ഒറ്റയ്ക്ക് നേരിടാൻ നമുക്ക് കഴിയില്ല. പക്ഷെ 5 കുരങ്ങിനെ 5 മനുഷ്യർക്ക് നേരിടാൻ കഴിയും. അത് കൂട്ടായി വേണം. കാര്യം കുരങ്ങുകൾക്ക് മറ്റൊരു ജീവജാലങ്ങൾക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയില്ല. ആ ഒരു പ്രതിഭാസത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പഞ്ചാക്ഷരി മന്ത്രമുണ്ട്. ആ മന്ത്രത്തിന്റെ പേരാണ് മാനവീയത. ആ മാനവീയത എന്ന് പറയുന്ന പഞ്ചാക്ഷരി മന്ത്രം എന്ന് പറയുന്ന ഫൗണ്ടേഷന്റെ പുറത്ത് കെട്ടിയുയർത്തിയ ഒരു സംഘടനയാണ് ഗാലറക്ഷൻ. മണ്ണിന്റെ മകനാണ്, മണ്ണിന്റെ മനുഷ്യനാണ്, മണ്ണിന്റെ മകനാണെന്നൊക്കെ നമ്മൾ ഉറക്കെ പറയും. പക്ഷേ നമ്മൾ മുട്ടായി നിന്നിട്ട് അതിന്റെ പ്ലാസ്റ്റിക് നമ്മൾ അതേ മണ്ണിലേക്ക്, ആ അമ്മയുടെ മണ്ണിലേക്ക് തന്നെ നമ്മൾ വലിച്ച്, നമുക്ക് തണലിൽ വൃക്ഷങ്ങളെയൊക്കെ നമ്മൾ മുറിച്ചു മാറ്റിയിട്ട് പൂക്കളെയൊക്കെ നശിപ്പിച്ചിട്ട് പ്ലാസ്റ്റിക് പൂക്കൾ മാറ്റി വീട്ടിൽ ഭംഗിയെടുത്തു. നമ്മൾ ബെഡ്ഷീറ്റില് പൂക്കൾ അടയാളം ചെയ്ത ഷീറ്റ് വിരിച്ച് നമ്മൾ സുഖമായി പൂവിന്റെ സൗന്ദര്യം ആസ്വദിച്ചു കഴിയും. ഇതാണ് നമ്മൾ. ഇതിൽ നിന്ന് നമ്മൾ പ്രകൃതിയിലേക്ക് മടങ്ങണം. പ്രകൃതിയെ സ്നേഹിക്കാൻ മനുഷ്യനുണ്ടെങ്കിലേ പ്രകൃതിയുള്ളൂ, പ്രകൃതി ഉണ്ടെങ്കിലേ മനുഷ്യനുള്ളൂ. ഇത് തമ്മിൽ പരസ്പര പൂരകങ്ങളാണ്. മണ്ണില്ലെങ്കിൽ മനുഷ്യനില്ല, പ്രകൃതിയില്ല, പ്രകൃതിയില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ യാതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മണ്ണിനെ സ്നേഹിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക, മാനവീയതയെ പുലർത്തുക എന്നുള്ള മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഈ സംഘടനയോട് ഞാൻ സ്വമേധയാ സഹകരിക്കും. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇത് സഹകരിച്ചു വരുന്നത്. ആ സഹകരണം എന്ന് ഉണ്ടാകുമെന്ന് മാത്രം ഉറപ്പ് വന്നുകൊണ്ട് നിർത്തരുത്. മാതാ കോളേജിന്റെയാണ്. രദീന ആർ ഒന്നാം സമ്മാനം. 2ാം സമ്മാനം അഭിരാമിയം. സർട്ടിഫിക്കറ്റ്. അടുത്ത് ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പഞ്ചമി കൃഷ്ണ ജ്യോതിമോ വന്നിട്ടുണ്ടോ? സുജി വന്നിട്ടുണ്ടോ? ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ശരി.